ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നോട് ഒരുപാട് ആൾക്കാരായി എന്നോട് ചോദിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്, ബ്രോ എങ്ങനെ ഫോട്ടോ എടുക്കാൻ പഠിച്ചത്, ബ്രോ എങ്ങനെ ഫോട്ടോഗ്രാഫി ഫീൽഡിലേക്ക് വന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ തുടക്കം, എങ്ങനെയാണ് എന്തെങ്കിലും കോഴ്സ് എടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ലൈക്ക് ആരുടെയും കൂടെ അസിസ്റ്റൻ്റായിട്ടാണോ പോയത്, എഡിറ്റിംഗ് എങ്ങനെ പഠിച്ചത്, ഇങ്ങനെ ഒരുപാട് ആൾക്കാരിൻ്റെ ഫോട്ടോ എടുക്കുന്നതിനെ പറ്റിയും അതിനെ സംബന്ധിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് എനിക്ക് വരുന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്താ വെച്ചാൽ ഇപ്പോൾ എന്തായാലും അതിനെപ്പറ്റി പറയുന്നൊരു വീഡിയോ ഇടാമെന്ന് തന്നെ വിചാരിച്ചിട്ട് അതാണ് നമ്മളിന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി ഞാൻ പഠിച്ചത് BA എക്കണോമിക്സ് പറഞ്ഞ കോഴ്സാണ്. +2 ഹ്യൂമാനിറ്റീസാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ BA എക്കണോമിക്സ് ഡിഗ്രി കോഴ്സ് എടുത്ത് 6 മാസം BA എക്കണോമിക്സ് കോഴ്സ് എടുത്ത് കഴിഞ്ഞിട്ട് ലൈക്ക് അക്കൗണ്ടിങ്ങും പഠിച്ചിട്ട് ഒരു 6 മാസം ഞാനൊരു കോൺട്രാക്ടർ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു. ആ ഒരു സമയത്താണ് ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അസ്ലം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ UK-യിലാണ്. UK-യിൽ ഇപ്പോൾ ജോബും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാണ്. അവന് ഫോട്ടോഗ്രാഫി കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാനും അവനും കൂടി പാർട്ട്നേഴ്സായിട്ടാണ് ഇങ്ങനെ ഒരു ഫോട്ടോഗ്രാഫീൻ്റെ ഒരു ഇത് തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങിയ സമയത്ത് തന്നെ ഏതാ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ലായിരുന്നു. നമ്മൾ ജസ്റ്റ് ഒരു 1-2 വെഡ്ഡിങ്ങിന് ഞാനും പോവും അവനും പോവും, ഞങ്ങൾ 2 പേരും മാത്രമായിട്ട് പോയിട്ട് അവൻ്റെ കയ്യിലൊരു ബേസ് ക്യാമറ ഉണ്ടായിരുന്നു, ഒരു നിക്കോണിൻ്റെ ഒരു ക്യാമറ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലായിരുന്നു നമ്മൾ സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത്. പിന്നെ ആദ്യം എടുത്ത് ഒരു വർക്ക് എടുത്ത് പിന്നെ ആ വർക്ക് ഇഷ്ടപ്പെട്ട് അതിൻ്റെ കണക്ട് ചെയ്തിട്ട് വേറെ ആൾ വർക്ക് തന്ന് അങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഫോട്ടോഗ്രാഫിൻ്റെ ഇത് കുറച്ചും കൂടെ എക്സ്പാൻഡായി വന്നത്. അതിന് മുന്നേ സോഷ്യൽ മീഡിയയിൽ ഇതിലൊന്നും അങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊന്നും ഇടലുണ്ടായിരുന്നു. ഫുള്ള് കണക്ഷനായിട്ടുള്ള വർക്കുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പിന്നെയാണ് 2 പേരും വേറെ ക്യാമറയും കാര്യങ്ങളൊക്കെ വാങ്ങി ഇപ്പോൾ ഈ ഒരു മാഷാ അല്ലാഹ് കുഴപ്പമൊന്നുമില്ലാത്ത രീതിക്ക് എത്തുന്നത്. അപ്പോൾ ഇതെങ്ങനെ പഠിച്ചതെന്ന് വെച്ചാൽ എനിക്ക് ആക്ച്വലി ഇതിനെപ്പറ്റി യാതൊരുവിധ അറിവും കാര്യമില്ല. അസ്ലമിൻ്റെ അടുത്ത് ക്യാമറ ഉണ്ട്, അതിലിങ്ങനെ എടുത്തിട്ട് ഓരോ കാര്യങ്ങളും എന്തൊക്കെ കുറച്ചൊക്കെ ഇങ്ങനെ അറിയാം. പിന്നെ അതേപോലെ തന്നെ ഞാൻ ബിബിൻ തോട്ടുങ്കൽ എന്ന് പറഞ്ഞ ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ട്, നമ്മുടെ സുഹൃത്തുമാണ്, ഇവിടെ നിലമ്പൂരുള്ള ആൾ തന്നെ. മൂപ്പര കൂടെ അസിസ്റ്റൻ്റായിട്ട് ഞാനും പോയിരുന്നു, അസ്ലമും പോയിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു മൂപ്പര കൂടെ പോയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ മൂപ്പര കൂടെ പോയിട്ട് എനിക്ക് ഒരുപാട് എൻ്റെ കരിയർ ഇപ്പോൾ ഇങ്ങനെ ആവാൻ കാരണം തന്നെ ഒരു പകുതി പങ്ക് വഹിച്ചത് മൂപ്പരാണ്. കാരണം മൂപ്പര് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞു തന്നിട്ടും എല്ലാം കൊണ്ടാണെങ്കിലും ബിബിനേട്ടനാണ് എൻ്റേതായിക്കോട്ടെ അസ്ലമിൻ്റേതായിക്കോട്ടെ നമുക്ക് ഫോട്ടോഗ്രാഫി എന്താണ്, ലൈറ്റപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ലൈറ്റിങ് ഏത് ലൈറ്റ് എവിടെ വെക്കണം, എങ്ങനെ എടുക്കണം എന്നൊക്കെ പറഞ്ഞു തരുന്നത് മൂപ്പരാണ്. അപ്പോൾ മൂപ്പര് നമ്മളെ ഈ ഒരു ഫോട്ടോഗ്രാഫി ഞാൻ സെലക്ട് ചെയ്തതിൽ വലിയൊരു പങ്ക് വഹിച്ച ഒരാളാണ്. പിന്നെ അതേപോലെ തന്നെ എഡിറ്റിംഗ് ആയാലും ഞാൻ എഡിറ്റിങ്ങിൻ്റെ കോഴ്സിനോ കാര്യങ്ങൾക്കോ ഒന്നിനും ഞാൻ ഇതുവരെ പോയിട്ടില്ല. പോയത് എന്തിനാ വെച്ചാൽ നമ്മളിങ്ങനെ അസിസ്റ്റൻ്റായി പോയിട്ട് അതിൽ കിട്ടുന്ന കാര്യങ്ങൾ പിന്നെ ഇപ്പോൾ വെഡ്ഡിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് നമ്മളെ കയ്യിൽ ക്യാമറ തരും, ഇതെങ്ങനെ എടുക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ക്യാമറ തന്നിട്ടൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഒരു ട്രോഗൻ അക്കാഡമി പറഞ്ഞിട്ടൊരു പണ്ടൊരു ഇതുണ്ടായിരുന്നു, അത് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പഠിച്ചിരുന്നു. അതിൻ്റെ ഒരു 3 ദിവസത്തെ ക്ലാസ്സിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് എഡിറ്റിംഗ് പഠിച്ചത് യൂട്യൂബിൽ നിന്ന് തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും താല്പര്യമുള്ള കാര്യമാണ് നമ്മൾ യൂട്യൂബിലായിട്ടും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ആൾക്കാരോട് ചോദിച്ചിട്ടും നമുക്ക് ഇപ്പോൾ എഡിറ്റിംഗ് ചെയ്യാൻ ഇന്ന സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരാളോട് ഞാൻ ഇപ്പോഴും ചോദിക്കലുണ്ട്. എനിക്ക് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എനിക്ക് ഇതിനെപ്പറ്റി അറിയുന്ന ആൾക്കാരോട് ഞാൻ ചോദിക്കലുണ്ട്. കാരണം നമുക്ക് ദിവസം കൂടുന്തോറും നമുക്ക് ഓരോ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓരോ ആൾക്കാരെ ഫോളോ അപ്പ് ചെയ്തിട്ടും ഓരോ കാര്യങ്ങൾ നോക്കിയിട്ടും ഒക്കെ യൂട്യൂബിൽ നോക്കിയിട്ടും ഒക്കെ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു പുതിയൊരു ക്രിയേറ്ററായി തുടങ്ങുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഇപ്പോൾ ഈ ഫീൽഡ് എന്നല്ല ഏത് ഫീൽഡായിക്കോട്ടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെപ്പറ്റി അതിൻ്റെ പിന്നാലെ കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു സക്സസ്സിലേക്ക് നയിക്കും. അതെന്തായാലും ഉണ്ടാവും, നിങ്ങൾക്ക് സക്സസ് ആവുകയും ചെയ്യും. അതേപോലെ തന്നെ പ്രധാന പങ്ക് വഹിച്ചതാണ് എൻ്റെ വീട്ടുകാർ. എൻ്റെ വീട്ടിൽ നിന്ന് ഞാനത് തുടങ്ങാമെന്ന് പറഞ്ഞപ്പോൾ സത്യം പറയാലോ
കുറേ ആൾക്കാർ ഇപ്പം അയൽവാസികളായിക്കോട്ടെ ഉപ്പാൻ്റെയും എല്ലാവരും ആയിക്കോട്ടെ, ഇത് ഇപ്പോൾ ഒരു ഫോട്ടോഗ്രാഫറെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എത്രത്തോളം വളരാൻ പറ്റും, അല്ലെങ്കിൽ എത്രത്തോളം ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ, ഇത്രയും എക്സ്പെൻസ് മുടക്കിയിട്ട് ക്യാമറ വാങ്ങിയിട്ട് വല്ല കാര്യമുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ക്യാമറ വാങ്ങുന്നത് എങ്ങനെയാ വെച്ചാൽ, എൻ്റെ ഉമ്മാൻ്റെ വള ഉണ്ട്, ഉമ്മാൻ്റെ വള പണയം വെച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് ക്യാമറ വാങ്ങുന്നത്. അന്ന് ഉമ്മനോട് ചോദിച്ചൊരു കാര്യമുണ്ട്, ഓരെന്തൊക്കെയോ പറയണത് എനിക്ക് അറിയില്ല, പക്ഷേ ഈ അനക്ക് ഇതിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഒപ്പം തന്നെ നിൽക്കുള്ളൂ, എൻ്റെ ഇഷ്ടത്തിന് മാത്രമേ നിൽക്കുള്ളൂ. ആ ഒരു വാക്ക് തന്നെയാണ് ഇന്നെ ഇതുവരെ എത്തിച്ചത്. ഞാൻ ആ ക്യാമറ മാല പണയം വെച്ചിട്ടും വള പണയം വെച്ചിട്ടൊക്കെ ക്യാമറ എടുത്തിട്ട് ഇപ്പം എൻ്റെ കയ്യിൽ എന്താ പറയുക, ഇപ്പം പുതിയ ക്യാമറ ആയാലും ലെൻസുകളായാലും എല്ലാം ഞാൻ തന്നെ വാങ്ങി, ആ വളയും കാര്യങ്ങളും അതും എടുത്തു കൊടുത്തു. അപ്പോൾ എല്ലാം കൊണ്ട് ഞാൻ ഹാപ്പിയാണ്. ടോട്ടലി ഈ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് എനിക്ക് വളരെ ഇഷ്ടമാണ്, വളരെ ഇഷ്ടമാണ്, വളരെ ഇഷ്ടമാണ്. ഞാൻ വളരെ ഹാപ്പി ആയിട്ടാണ് ഓരോ വർക്ക് എടുക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും. അപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ള ഇപ്പോൾ ഹനാനായിക്കോട്ടെ, നമ്മളെ ഈ ഫ്രണ്ട് സർക്കിളിലുള്ള ഒരുപാട് എൻ്റെ കൂടെ നടക്കുന്ന കുറേ ആൾക്കാരായിക്കോട്ടെ, എല്ലാവരും പഠിച്ച കാര്യത്തിന് പിന്നാലെ പോകുകയെന്നുള്ളതിൻ്റെ പുറമെ പ്രൊഫഷൻ എന്താ, നമുക്ക് ഇഷ്ടപ്പെട്ട പ്രൊഫഷൻ എന്താണോ അത് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ പുറകെയാണ് കൂടുതൽ ആൾക്കാരും പോയുള്ളൂ. ഇപ്പോൾ ഹനാനായാലും ടീച്ചറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് റിസൈൻ ചെയ്തിട്ട് ആണ് അവൻ ഈ പാട്ടിൻ്റെ ഫീൽഡിലേക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഹർഷി ആയാലും അതേപോലെ തന്നെ BBA എന്തോ ആണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവൻ ചെയ്യുന്നത് ഇപ്പോൾ വീഡിയോഗ്രാഫർ എന്നുള്ളൊരു ഇതാണ്. കാരണം അതാണ് അവൻ്റെ ഇഷ്ടം. അതേപോലെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം ഉണ്ടെങ്കിൽ അതിൻ്റെ പിന്നാലെ പോകാൻ തന്നെ ശ്രമിക്കുക. ഇപ്പോൾ ആരെങ്കിലും മാതാപിതാക്കൾ കാര്യങ്ങളൊക്കെ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ, നമ്മൾ വ്ളോഗ് കാണുന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് എന്താണോ ഇഷ്ടം അതിൻ്റെ പുറകെ പഠിക്കാൻ വിടുക. എനിക്ക് പേഴ്സണലായിട്ട് പറയാനുള്ള അതാണ്. കാരണം അന്ന് എൻ്റെ അമ്മ എന്നോട് എനിക്ക് ഇതിനുള്ള ഒരു സഹായം, അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെ ഒരു ക്യാമറ വാങ്ങാനുള്ളത് എന്തെങ്കിലും എനിക്ക് ചെയ്തു തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്കൊരു പക്ഷേ എനിക്ക് ഇവിടെ ഈ ഇപ്പോഴും ഫോട്ടോഗ്രാഫറായി നടക്കാൻ പറ്റുന്നുണ്ടാവും. ഞാൻ ഏതെങ്കിലും ഗൾഫ് കൺട്രീസിലോ എവിടെയെങ്കിലുമൊക്കെ പോയിക്കൊണ്ട് വേറെ ആളെ കീഴിൽ വർക്ക് ചെയ്യേണ്ട അവസ്ഥക്കാരൻ. അപ്പം ദയവ് ചെയ്തിട്ട് ഏതെങ്കിലും ഉമ്മമാരെ നമ്മളെ വ്ളോഗ്സ് കാര്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ കുട്ടികളുടെ ഇഷ്ടം എന്താണോ, ഓൽക്ക് ഏതിലാണോ ടാലൻ്റ് ഉള്ളത് ആ ടാലൻറ്റിനനുസരിച്ച് ഓൽക്കൊരു ചെറിയൊരു സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അത് എന്തായാലും അവരെ വിജയത്തിൽ തന്നെ നയിക്കുള്ളൂ. എനിക്കെന്താ വെച്ചാൽ അത് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇത് ഇങ്ങനെ കൂടെ പറയുന്നത്. നമ്മളെ ഫ്രണ്ട്സൊക്കെ എന്താണ് പഠിച്ചത്, ഇപ്പോൾ എന്താണ് വർക്ക് ചെയ്യുന്നത് എന്നെല്ലാം നമുക്ക് എന്തായാലും ഓരോടെ തന്നെ ചോദിച്ചു നോക്കാം. സൽമാൻ ഏതാ പഠിച്ചേ? ഇവിടെ വാ അല്ല ഞാൻ BMMC പഠിച്ച് വീഡിയോഗ്രാഫി. അതന്നെ ഞാൻ പഠിച്ച തന്നെ ചെയ്യണത്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ ഇല്ലയിൽ ആൾക്കാർ ഓരോന്ന് ചെയ്യണോ അവിടെ കാരണം ഒരു കാര്യം ചോദിച്ചാണ്ട്, ഇതെന്താ പഠിച്ചേ? ഞാനോ? ഞാൻ BCA. ഇപ്പൊ എന്താ ചെയ്യണേ? ഞാൻ വെറുതെ നടക്കണല്ല, ഇതിപ്പോ ചെയ്യണ്ടല്ലോ, ഒരു കാര്യം ചെയ്യണ്ടല്ലോ, എഡിറ്റിംഗ് ചെയ്യുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെടാത്ത കാര്യല്ലേ? ബന്ധപ്പെടാത്ത കാര്യം. എന്താ ചൂസ് ചെയ്തത് ഈ സാധനം? സീരിയസ് ആയിട്ട് ചോദിച്ചതൊക്കെ കുറച്ച് സീരിയസ് ആണോ ചില സമയത്ത്? എന്താണ് എന്നല്ല എങ്ങനെ എന്തെങ്കിലും ചോദിക്കാൻ കാരണം ചോദിക്കുക എന്താ എടുത്തിട്ട് എന്തുകൊണ്ടപ്പോ ഇങ്ങനെ എഡിറ്റിംഗ് ചെയ്യണമെന്നോ? ഞാൻ BCA ആഗ്രഹം എടുത്തിരുന്നു. ആൾക്കാർ ചോദിച്ചല്ലേ ഏതാ പഠിച്ചേ? എഡിറ്റിംഗ് പഠിച്ചിരുന്നോ മറ്റേ പഠിച്ചിരുന്നോ? എഡിറ്റിംഗ് ഞാൻ യൂട്യൂബ് നോക്കി പഠിച്ചു. ഞാനായാലും അങ്ങനെ തന്നെ കേട്ടോ പഠിച്ചത്. പിന്നെ ഞാൻ ഒരാളപ്പോൾ അസിസ്റ്റൻ്റായി പോയിരുന്നു, ബിബിൻ തോട്ടുങ്ങൽ പറഞ്ഞ ഫോട്ടോഗ്രാഫറുടെ കൂടെ. അതും പിന്നെ ഇതേമാതിരി യൂട്യൂബും എഡിറ്റിംഗ് കാര്യങ്ങളൊന്നും ഞാനും പഠിച്ചില്ല. എൻ്റെ പാഷൻ്റെ പുറത്താണ് ഞാനും പോയില്ല. ഞാനും അതേപോലെ തന്നെ പോയിട്ടില്ല, എനിക്ക് തോന്നണേ. പഠിച്ചത് പ്രോഗ്രാമിംഗ്. 3 ആൾക്കാരും കൂടി ഉണ്ട്. അതുപോലെ അവിടെ വൺ ഫോട്ടോഷൂട്ടാട്ടോ, കോഫിയൊക്കെ കുടിച്ചാണ്ടില്ല ഫോട്ടോഷൂട്ടാണേ. പോയേക്കാം കോഫി നിങ്ങൾക്ക് അവിടെ കോഫി ഇട്ടേ നോട്ടെ. ട്രാൻസ്പെറന്റ് ക്ലാസ് വേണ്ട, മഗ് എടുക്കാറ് ഒന്നും നടക്കാതെ നമ്മള് പച്ച ഗ്ലാസ് ചുണ്ടും വെക്കുമ്പോ ഒരു ഒറിജിനാലിറ്റി ഇല്ല. എന്തെങ്കിലും ഒന്ന് കുടിക്കണ്ടേ? കോഫിയാണ് ഇവിടെ, കോഫി ഇല്ല. അത് ഉണ്ടാക്കാൻ അഫിക്കാറുള്ള കെറ്റിൽമേ. അസുറോ ഇജ് പഠിച്ചതെന്താ? ഞാൻ MBBS കംപ്ലീറ്റ്. ഇപ്പൊ എന്താ ചെയ്യുന്നുണ്ട്? ഇപ്പൊ ഞാൻ അതായത് എന്താണ് ജോർജിയയിൽ തന്നെ
ക്ലിനിക്കൽ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് എനിക്ക് നമ്മളൊരു എക്സാം ഉണ്ട്. അപ്പോൾ എക്സാം നോക്കുന്നുണ്ട്. പക്ഷേ മെയിൻലി നമ്മൾ ബിസിനസ്സാണ് ഇപ്പോൾ നോക്കുന്നത്. ബിസിനസ് നോക്കണേ. അസുറ ആയാലും ഇപ്പോൾ ബിസിനസ്സൊക്കെയാണ് പോണേ, അല്ലാതെ പഠിച്ചതൊന്നല്ല ഓൻ ചെയ്യണത്. നമ്മൾ ആരും പഠിച്ചതല്ല അവിടെ പോകണം. അതന്നെ ഞാനും പിന്നെ ഓരോട് പറയും. എന്നോട് കുറേ ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അതായത് നമ്മളെ പെരക്കാർ നമ്മളെല്ലാവരും ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കോഴ്സുകൾ എടുക്കും. അത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വെക്കുന്നില്ല, നമ്മൾ സഫലീകരിച്ച് കൊടുക്കും. പക്ഷെ നമ്മളുടെ ആഗ്രഹത്തിൻ്റെ പിന്നാലാണ് ഇപ്പോൾ നമ്മളെല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മളെ മനസ്സിൽ നമ്മളൊരു ആഗ്രഹം കണ്ടിരിക്കണം, ആ ആഗ്രഹത്തേക്ക് നമ്മൾ എത്തിച്ചേരാൻ പറ്റുമല്ലോ എന്നൊന്നും ആലല്ല. പക്ഷെ നമ്മൾ അതിന് വേണ്ടി പ്രയത്നിക്കുക. ഞാൻ ടീച്ചറാവാനുള്ള സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ടീച്ചറായിട്ട്. പക്ഷെ ബാസിലെ ആഗ്രഹം തന്നെ ഒരു കല്യാണം കഴിച്ചു, ഇപ്പൊ കോഫി കുടിച്ചിരിക്കണേ. ചെക്കന്മാരപ്പോ കോഫി കുടിച്ചിരിക്കുകയാണ് ഇപ്പോൾ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നിങ്ങൾക്ക് ഇവിടെ എന്താ പരിപാടി? ചെറിയൊരു ഷൂട്ടിലാണ്, റീല് വരാണ്ട്. അപ്പം എല്ലാവരും നമ്മളെ റീല് പോയി കാണണം. ലാസറോ പറ്റുമെങ്കിൽ ഒരു കമന്റ് ഒക്കെ തരിക. ഷൂട്ടിനാളില്ലേ എന്തായാലും ബാക്കി വേറെ കുറച്ച് ആൾക്കാരുണ്ട്, ഇവരോട് കൂടി ചോദിച്ചു നോക്കാം. നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് ആക്ച്വലി എന്താ വെച്ചാൽ അല്ല അഫി പഠിച്ചല്ലേ? +2. ഇപ്പം എന്താ ചെയ്യണേ? +1. നമുക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ? എനിക്കൊരു ആഗ്രഹമല്ല, എന്തെങ്കിലും ഇതേമാതിരി ഇങ്ങനെ നടന്നാൽ മതി. വരെ കടന്നുറങ്ങണം, അതായത് എൻ്റെ ആഗ്രഹം. നമുക്ക് ഏതായാലും അടുത്ത അർഷിനോട് ചോദിച്ചു നോക്കാം. അർഷിയെ ഇപ്പം എന്താ ചെയ്യണേ? അതല്ല അർഷിത് ഇജ്ജ് പഠിച്ചത് എന്താന്ന് ചോദിച്ചേ? ഞാൻ BBA. ഇപ്പൊ ചെയ്യണത് എന്താ? ഞാൻ ചെയ്യുന്നത് ഫോട്ടോഗ്രാഫി. അതെന്താ ചൂസ് ചെയ്ത്? എന്റെ ആഗ്രഹം അതായിരുന്നു. BBA ഫുള്ളായോ? ആ 2 പേപ്പർ കൂടി ചെയ്താണ്ട് ടൈം കിട്ടിയില്ല. എത്രേ ഉള്ളൂ. ഇപ്പഴോ ഞാനാണെങ്കിൽ ടീച്ചിങ് ഫീൽഡൊക്കെ തിരഞ്ഞെടുത്ത് ടീച്ചറൊക്കെ ആയി, കുറച്ച് കാലമൊക്കെ വർക്ക് ചെയ്ത് പിന്നെ സൗണ്ട് പോകുകയാണ് പറഞ്ഞാണ്ട് ടീച്ചിങ് ഫീൽഡിൽ നിന്ന് ഇറങ്ങി നേരെ പാട്ട് കയറി. ഞാൻ നല്ല ഉമ്മാനെ പറ്റിച്ചു. ഉമ്മാനെ അങ്ങോട്ട് കൺവിൻസ് ചെയ്തു. കൺവിൻസിങ് സ്റ്റാറായി. ഞാൻ പറഞ്ഞു എനിക്ക് ടീച്ചിങ് നടക്കൂല അമ്മ, എനിക്ക് എൻ്റെ ഒച്ചയും വിളിയൊക്കെ പോവാണ്, എനിക്ക് എൻ്റെ സൗണ്ട് നിലനിർത്തിയാണ് എനിക്ക് പാട്ട് പാടണം അമ്മ, പ്ലീസ് ഗൈഡ് മീ ടു ദ വേ ഓഫ് മ്യൂസിക് പറഞ്ഞിട്ട് ഉമ്മാനോട് പറഞ്ഞിട്ട് സലാമത്താക്കി പോയി വരട്ടെ പറഞ്ഞിട്ട് അതിൽ ഉമ്മനെ വിട്ടു. അങ്ങനെയാണ് ഞാനിപ്പം ഒരു ബന്ധമില്ലാത്തൊരു ഫീൽഡ് പഠിച്ചിട്ട് ഒരു ബന്ധമില്ലാത്ത ഫീൽഡിൽ വർക്ക് ചെയ്ത് നടക്കുന്നത്. നമ്മളെ കൂട്ടത്തിലെ ഓൾമോസ്റ്റ് എല്ലാവരും അങ്ങനെ തന്നെയാണ്. ബാസിൽ മാത്രമാണ് പഠിച്ച പണിക്ക് പോണത്. ബാക്കി എല്ലാവരും സൽമാനും ഉണ്ടോ? സൽമാനും ബാക്കി എല്ലാവരും സൽമാൻ അതാ പറയണ്ടേ. ബാക്കിയുള്ള എല്ലാവരും പഠിച്ചാത്ത പണിക്കാണ് പോണത്. എന്താ പഠിച്ചത്? ഇവനല്ലേ വിദ്യാഭ്യാസം ഉണ്ട് ഷാനു. MBA കഴിഞ്ഞല്ലേ? MBA കഴിഞ്ഞ് പഠിച്ച പണി എടുക്കുന്ന ആളാണ് ഷാനു. നല്ല അന്തസ്സായി പണിയെടുക്കുന്നുണ്ട്. ഇപ്പൊ എന്താ ചെയ്യണു? പല ആൾക്കാർക്കും അറിയില്ല എന്താ ചെയ്യുന്നു. ഞാന് ഒരു ഫൗളൊന്നല്ല, സ്വകാര്യ അവിടേക്ക് കോർപ്പറേറ്റ് സ്ലേവ്, അതായത് ഒരു സ്വകാര്യ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഗൈസ്. ഷാനു കുറെ ആൾക്കാർ ചോദിക്കലുണ്ട് മോഡലാണോ? 3 മോഡലാണോ വർക്ക് ചെയ്യുന്നുണ്ട് ഗൈസ്. പിന്നെ വേറെ കുറച്ച് സൈഡ് ബിസിനസ് ഉണ്ട്. അതെ. പിന്നെ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ട് കേട്ടോ. ഇപ്പൊ TTC ചെയ്തോണ്ടിരിക്കണാണ്. ടീച്ചറാവാൻ പോണ ആളാണ്. എനിക്ക് ടീച്ചറാവാനാണോ വേറെ എന്തെങ്കിലും ആവാനാണ് ആഗ്രഹം? ടീച്ചറാവും. ഇവിടെ വായിച്ചു ഇവിടെ എന്നിട്ട് പറയും ടീച്ചറാവേ. പഠിച്ചണില്ല ഇപ്പോ? ഈ കോലും പിടിച്ച് നടക്കണോ? ഇത് തീർക്കട്ടെ. ഇങ്ങോട്ട് വാ, ഞാനുമില്ല. അപ്പോൾ എന്തായാലും ഓരോരുത്തരെന്താ പഠിച്ചത്, ഇപ്പോൾ അവരെന്താ ചെയ്യുന്നതെന്നുള്ളത് കുറച്ച് ആൾക്കാരത്തൊക്കെ ഞാൻ അതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതെന്താ വെച്ചാൽ 2 ദിവസം മുന്നേ എടുത്ത വ്ളോഗാണ്. ഇപ്പോഴാണ് ഇത് അതിൻ്റെ ഇൻട്രൊഡക്ഷനും അതേപോലെ തന്നെ എൻഡിങ്ങും ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. അവിടെ ഭയങ്കര തിരക്കായി പെട്ടെന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്, ഹനാൻ്റെ പ്രോഗ്രാമിന് ഇറങ്ങാൻ വേണ്ടിയിട്ട് നമുക്കൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ചാനൽ കാണുന്ന ആൾക്കാർ, പുതിയതായി കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വ്ളോഗായിട്ട് വീണ്ടും കാണാം ഗൈസ്. ബൈ.